പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഈ പേര് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. മെൽ ഗിബ്സണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമ. യേശുവിന്റെ മരണത്തിന് മുൻപുള്ള അവസാനത്തെ 12 മണിക്കൂറുകളാണ് ഈ സിനിമയുടെ പ്രതിപാദ്യം. 2004 അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5ാമത്തെ ചിത്രമായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. മാത്രവുമല്ല, എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവുമായിരുന്നു ഇത്. നിരൂപകരുടെയും ആസ്വാദകരുടെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയ സിനിമ. എന്നാൽ ഈ സിനിമയ്ക്ക് പിറകിൽ അതിശയകരമായ ഒരു പിടി കാര്യങ്ങൾ, അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്നവ സംഭവിച്ചിട്ടുണ്ട്. കാണികളുടെ മനസ്സും കണ്ണും നിറയ്ക്കുക മാത്രമല്ല, ചിത്രത്തിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടീനടന്മാരുടെയും പ്രേക്ഷകരുടെയും മനസ്സുകളിൽ പരിവർത്തനം വരുത്താൻ വരെ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം കേന്ദ്ര കഥാപാത്രമായ യേശുവിനെ അവതരിപ്പിക്കാൻ സംവിധായകനായ മെൽ ഗിബ്സൺ തീരുമാനിച്ചത് ജിം കാവേഴ്സൽ എന്ന നടനെയായിരുന്നു. പക്ഷേ ഒരു കാര്യം മുൻകൂറായി സംവിധായകൻ പറഞ്ഞു: നിങ്ങൾ ഈ സിനിമ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഹോളിവുഡ് പിൽക്കാലത്ത് നിരസിച്ചേക്കാം. ആ കാര്യം ജിമ്മിനും അറിയാമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഉടനടി ഒരു മറുപടി അദ്ദേഹം നൽകിയില്ല. ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷം അടുത്ത ദിവസം ജിം മെൽ ഗിബ്സനെ ഫോൺ ചെയ്ത് ഇപ്രകാരം അറിയിച്ചു: നമ്മൾ ഈ സിനിമ ചെയ്യാൻ പോകുന്നു. ഈ മറുപടി തന്നെ ഭയപ്പെടുത്തുന്നു എന്നായിരുന്നു ഗിബ്സന്റെ പ്രതികരണം. അന്ന് ജിമ്മിന് 33 വയസ്സായിരുന്നു പ്രായം. യേശു കുരിശുമരണം വരിച്ച അതേ പ്രായം. സിനിമയ്ക്ക് വേണ്ടി ഏറെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടതായി വന്നു. ദുഷ്കരമായ ചിത്രീകരണ വേളയിൽ 2 തവണ ഇടിമിന്നലേറ്റു. ന്യൂമോണിയ രോഗബാധിതനായി. കുരിശ് ഏറെ സമയം ചുമന്ന് നടന്നതിനാൽ തോളിലിന് സ്ഥാനഭ്രംശം സംഭവിച്ചു. 45 പൗണ്ടോളം തൂക്കം കുറഞ്ഞു. ഇതൊക്കെ ശാരീരികമായി അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളായിരുന്നുവെങ്കിൽ ആ ഷൂട്ടിംഗ് ക്രൂവിലെ മറ്റുള്ളവരിൽ സംഭവിച്ചത് പല തരത്തിലുള്ള മാനസാന്തരങ്ങളായിരുന്നു. ടെക്നീഷ്യന്മാരിൽ ഒരാൾ മുസ്ലിം വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിച്ചു. ബറാബാസായി അഭിനയിച്ചത് പിയട്രോ സരൂബിയായിരുന്നു. അദ്ദേഹം പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ചു. യേശുവുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം സിനിമയിൽ തനിക്ക് ലഭിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. നിരീശ്വരവാദിയായിരുന്നു യൂദാസായി അഭിനയിച്ച ലൂക്ക ലിയോണല്ലോ. അദ്ദേഹം ഈ ചിത്രത്തിന് ശേഷം തന്റെ മക്കളെ മാമോദീസ മുക്കി. ചിത്രം കണ്ടവരിൽ മാനസാന്തരത്തിന്റെ വിത്തുകൾ മുളച്ചു. കോടിക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ ചിത്രം പിടിച്ചുലച്ചു. അനേകർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു. പാപവഴികൾ വിട്ടുപേക്ഷിച്ചു. അനേകർക്ക് യേശുവിനോട് സ്നേഹവും ഭക്തിയും വർദ്ധിച്ചു. അനേകർക്ക് ക്രിസ്തു സഹിച്ച പീഡാസഹനങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണയെങ്കിലും ലഭിച്ചു. അങ്ങനെ ഒരു സിനിമ കൊണ്ട് അനേകരുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടായി. ഇപ്പോൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിന്റെ സീക്വൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ 1ാം ഭാഗം 2027 മാർച്ചിൽ ദുഃഖ വെള്ളിയാഴ്ചയും 2ാം ഭാഗം 2027 മെയ് 6-ാം തീയതിയും തിയേറ്ററിൽ എത്തും.